എന്ത് കളിയാടാ ഇവന്മാര് കളിക്കണത്. ഏകദേശം തോറ്റു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിന്ന മത്സരമാണ്. അവസാനത്തെ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ഈജിപ്ത് ഏകദേശം അർജന്റീന തോൽപ്പിച്ചു എന്ന് നമ്മളൊക്കെ വിചാരിച്ച ആ സമയത്താണ് അവസാനത്തെ 14 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ചിട്ട് ഒരു എപ്പിക് കംബാക്ക് ഉണ്ടാക്കണം അർജന്റീന. ഒരു തരം എന്താ പറയാ, ഒരു ഫിലിം കണ്ടു, ഒരു ഭയങ്കര ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു ഫിലിം കണ്ടിറങ്ങിയ ഫീലിംഗ് ആണ് ഈ ഒരു മാച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. വേൾഡ് കപ്പിൽ ഈ ഒരു മാച്ച് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. 78 മിനിറ്റ് ആവുമ്പോഴും അർജന്റീന തോറ്റു. ഇനിയൊരു കംബാക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് മെസ്സി ഓൾറെഡി പെനാൽറ്റി തുലിച്ചു കളഞ്ഞു. മെസ്സിനെ പൂട്ടിയിട്ടുണ്ട് ഈജിപ്ത്. ഇനി എങ്ങനെ അതിൽ നിന്ന് ഒരു കര കയറും എന്ന് ഉറപ്പിച്ചപ്പോഴാണ് ലയണൽ സ്കലോണിന്റെ സബ്ബുകൾ വരുന്നത്. മോണ്ടേലും അതുപോലെ തന്നെ ലൗട്ടാറോ മാർട്ടിനസിനെയും മോണ്ടേലിനെയും ഇമ്പാക്റ്റ് 2 ഗോളിലും കിടിലനായിരുന്നു. ഭയങ്കര ഫോർവേഡിലേക്ക് പുഷ് ചെയ്ത് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്കലോണി അങ്ങനെ 2 സബ്ബിനെ ഇറക്കിയത്. നല്ല രീതിയിൽ കളിച്ചു, 2 ഗോളുകൾ അടിച്ചു. ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. സ്കലോണിന്റെ ടാക്ടിക്സ് കിടിലായിരുന്നു. ഒരു കിടിലൻ പവർഫുൾ കംബാക്കാണ് അർജന്റീന ഇന്ന് അർജന്റീന ഫാൻസിനും മറ്റുള്ള ഫുട്ബോൾ കാണികൾക്കും വേണ്ടി കാണിച്ചത്. അബ്സല്യൂട്ട്ലി കില്ലിങ്. ഈ ഒരു മാച്ച് അവസാനിച്ചപ്പോൾ ലയണൽ മെസ്സിക്ക് 8 ഗോളുകളും ഒരു അസിസ്റ്റും നേടി. ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ ലയണൽ മെസ്സി തന്നെയാണ്. ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമ്പോഴും ലയണൽ മെസ്സി തന്നെയാണ് 1ാം സ്ഥാനത്ത്. ഈ ഒരു മാച്ച് സമനിലയാക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗോളുകൾക്ക് തോറ്റു കൊടുക്കുന്ന സമയത്ത് അർജന്റീന സമനിലയാക്കാൻ വേണ്ടിയിട്ട് 2 ഗോളുകൾക്ക് മെസ്സി എടുത്ത പ്രഷർ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ആ ചെങ്ങായി ഏതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടിയാണ് പ്രഷർ എടുത്ത് പോയിട്ട് ബോൾ കൊടുക്കുന്നതിൻ്റെ മോനെ. ഫസ്റ്റത്തെ ഗോൾ മെസ്സിയുടെ ഇമ്പാക്റ്റിലാണ്, റൊമേറോയ്ക്ക് മെസ്സി കൊടുത്ത പാസ്. അത് കഴിഞ്ഞ് 2ാമത്തെ ഗോൾ മെസ്സി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവോൾവ്മെന്റ് മാർട്ടിനസിലേക്ക്, പിന്നെ അതുപോലെ തന്നെ മോണ്ടേലിൽ നിന്ന് ലയണൽ മെസ്സിലേക്ക് വന്ന ബോൾ അത് അടിച്ച് കയറ്റിണ്ടല്ലോ, വിഷയം ഗോളായിരുന്നു 2ാമത്. അത് കഴിഞ്ഞ് സെലിബ്രേഷനും പൊള്ളി. പിന്നെ 3ാമത്തെ ഗോൾ മാർട്ടിനസിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് എൻസോ ഫെർണാണ്ടസിലേക്ക്, അതും ഫിനിഷ് ചെയ്തു. കളി അങ്ങനെ 3-2 കളി അവസാനിപ്പിച്ചു. അർജന്റീന ഫാൻസ് ഭയങ്കര ബ്രില്യൻസ് ആയിട്ടുള്ള ഒരു കംബാക്ക്. അർജന്റീന വിയസ് ഈജിപ്തിന്റെ മാച്ച് നോക്കുകയാണെങ്കിൽ ഈജിപ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഈജിപ്ത് ഇങ്ങനെ അർജന്റീന പീഡിപ്പിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈജിപ്ത് ബ്രില്യൻസ് ആയിരുന്നു. ഈജിപ്ത് ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ഹസൻ എന്ന് പറഞ്ഞ പ്ലെയറും അതുപോലെ തന്നെ ഗോൾ കീപ്പറും കിട്ടില്ല പെർഫോമൻസ് ആണ്. ആ ഗോൾ അടിച്ച് വ്യക്തി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു ത്രില്ലിംഗ് മാച്ച് ഈജിപ്ത് തന്നെയാണ് അർജന്റീനയുമായിട്ട് ക്ലാഷിൽ നമുക്ക് തന്നത്. ബട്ട് എന്താ പറയുക, എനിവേ ഈജിപ്ത് പുറത്തായി. അർജന്റീന തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. പക്ഷെ അർജന്റീനയെ സംബന്ധിച്ച് വീക്ക്നെസ് എന്ന് പറയുന്നത് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. വരും കളിയിൽ ഒരുപാട് വീക്ക്നെസ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ എനിവേ അടുത്ത കളികളൊക്കെ നമുക്ക് കാണാം. എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ലയണൽ സ്കലോണി വീണ്ടും ഒരുപാട് ചേഞ്ചസ് നടത്തും, ഒരുപാട് തന്ത്രങ്ങൾ ഇറക്കും. ചിലപ്പോൾ അടുത്ത കളി വിജയിച്ചു പോകാം. എനിവേ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് നിറച്ചോളൂ. വീഡിയോസ് ഇവിടെ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ് ചെയ്യുക. ഓക്കെ, ബൈ.